ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും സംഭവങ്ങളും ഒന്നുമില്ല. അപ്പോൾ കുക്കിംഗ് ഇല്ലാത്തതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഇക്ക ഡെസേർട്ട് ഡ്രൈവിന് പോയി. അപ്പോൾ ഇക്ക ഇന്ന് സാറാനെയും കൊണ്ടുപോയി. അപ്പോൾ ഇക്കായും മോളും കൂടി വെളുപ്പിന് ഡെസേർട്ട് ഡ്രൈവിന് പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ഇക്കായും കൊച്ചും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് വലിയ എനിക്കായിട്ട് മാത്രം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കുക്കിങ്ങും ഒന്നും ഇല്ലയെന്ന് വെച്ചു. അപ്പോൾ ആ ഫുഡ് ഓർഡർ ചെയ്ത ടൈമിൽ തന്നെ ചായ വെച്ചു. അപ്പോൾ ഫുഡ് മസാല ദോശ എത്തിയ ടൈമിൽ ചൂടോടുകൂടി മസാല ദോശ എത്തി. അപ്പോൾ മസാല ദോശ എത്തിയ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇത് സാമ്പാറും ചമ്മന്തി, 2 ടൈപ്പ് ചട്നീസുമാണ്. അപ്പോൾ ചായ ഇതാ ഒരു കപ്പ് ഒരു വലിയ കപ്പിൽ തന്നെ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദോശ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മസാല ദോശയും സാമ്പാറും ചമ്മന്തിയും സൂപ്പർ ചൂട് ചായയും. അപ്പോൾ ഇതാണ്. അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ പോയി വൈകുന്നേരം ഈവനിങ് ആകുമ്പോഴത്തേനെ അവർ വരത്തുള്ളൂ. അപ്പോൾ അവരില്ലാത്തത് കൊണ്ട് തന്നെ ലഞ്ചാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കാര്യമായിട്ടുള്ള കുക്കിങ്ങോ ഒന്നുമേ ഇല്ല. പിന്നെ ഡെസേർട്ടിൽ പോയവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം അവിടെ എല്ലാം റെഡിയാണ്. അപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഫുഡ് ഡെസേർട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറായുമായിട്ട് പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ്. അപ്പം ഡെസേർട്ടിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മോളെയും കൊണ്ട് പോയത്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് ചൂട് ചായ, പിന്നെ ഞാനിതാ മസാല ദോശയുടെ മുകളിലേക്ക് സാമ്പാറും, അതുപോലെ തന്നെ ആ റെഡ് കളർ എന്ന് പറയുന്നത് ടൊമാറ്റോ ചട്നി, വൈറ്റ് കളർ കോക്കനട്ട് ചട്നി. അപ്പോൾ സാമ്പാറും 2 ടൈപ്പ് ചമ്മന്തിയും എല്ലാം ഞാൻ ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതാ വളരെ ടേസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പൊട്ടറ്റോ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പൊട്ടറ്റോ ഫില്ലിംഗ് ചേർത്തിട്ടുള്ള ഭാഗം തന്നെ ആദ്യം എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഓറഞ്ച് ചട്നി എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് സ്പൈസിയാണ്. പിന്നെ ആ മറ്റേ വൈറ്റ് ചട്നി വലിയ എരിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഇഡ്ഡലി, ദോശ, മസാല ദോശ ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻജോയ് ചെയ്ത് ഭയങ്കര ആസ്വദിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം രാവിലെയാണ് കേട്ടോ. അവർ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേന് പോയി. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ രാവിലെ തന്നെ ഫുഡ്, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ഈ ദോശ, ഇഡ്ഡലി ഐറ്റംസൊക്കെ തീർന്നു പോകും. അപ്പോൾ രാവിലെ തന്നെ ഓർഡർ ചെയ്തു, അത് ചൂടോടുകൂടി കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം ഒരു 10:30, 11 ഒക്കെ ആയപ്പോഴത്തേനും പിന്നെ ഒന്ന് ചെറുതായിട്ട് വിശന്നു. അപ്പോൾ ഒരു റോബസ്റ്റ പഴം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്നാക്സ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലെയിൻ കാരി എന്നാണ് ആ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്ക്, അതും കുറച്ച് കഴിച്ചു. അതിന് ശേഷം കുറച്ച് ലേറ്റായിട്ടാണ്, വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കാനൊന്നും തോന്നിയില്ല. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട്, സാറായും ഇല്ലാത്തതുകൊണ്ട്, ഇക്ക സാധാരണ വീക്ക് ഡേയ്സിൽ ഉണ്ടാവാറില്ല. സാറായിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ലഞ്ച് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് സാറായും ഇല്ല, ഇക്കായും ഇല്ല. അവർക്ക് ഇന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ്. ഡെസേർട്ടിൽ ഇന്ന് ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ആദ്യം ഇന്ന് കാര്യമായിട്ടൊന്നും നോൺ വെജ് ഒന്നും തന്നെ എടുക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള, എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിൾ ഉച്ചയൂണാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിലിലേക്ക് ഞാൻ കറിവേപ്പിലയും ഗ്രീൻ ചില്ലി, സവോള, തക്കാളി,
കുറച്ചുപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇതുള്ളൂ നമ്മുടെ ഒന്നാമത്തെ കറി എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ തക്കാളി സ്റ്റൂ ആണ്. പക്ഷേ എൻ്റെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ ഒരു തക്കാളി സ്റ്റൂവും അതുപോലെ തന്നെ പപ്പടം. ഈ കറിയുള്ള ദിവസം ഒരു 2-3 പപ്പടമൊക്കെ കൂട്ടും. അപ്പോൾ ഈ പപ്പടം പൊരിച്ചതും തക്കാളി സ്റ്റൂ ഈ ഒരു കോമ്പിനേഷൻ, നല്ല ചൂട് ചോറും തക്കാളി സ്റ്റൂവും പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ്. ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചോറുണ്ണാനായിട്ട് കറികളൊന്നും നമ്മൾക്ക് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ കറികളൊക്കെ വെക്കാനായിട്ട് കുറച്ച് മടിയുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി വളരെ ടേസ്റ്റായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ട് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ തക്കാളി സ്റ്റൂവും പപ്പടവും ചൂട് ചോറും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. സാധാരണ തക്കാളി സ്റ്റൂവും പപ്പടവും ഉള്ള ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും വെക്കാറില്ല. അത് മാത്രം ചേർത്തങ്ങ് കുഴച്ച് കഴിക്കലാണ് പതിവ്. മോൾക്ക് സാറായ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് സാറായ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കുറച്ച് എന്താ പറയുക, വഴുതനങ്ങ ഇരുന്ന്, അപ്പോൾ കുറച്ച് വഴുതനങ്ങ ഇരുന്ന കൊണ്ട് തന്നെ അത് ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സാധാരണ എന്നും കട്ട് ചെയ്യുന്ന പോലെയല്ല. എന്നും വഴുതനങ്ങ നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടുന്നത് നീളത്തിലൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു, വഴുതനങ്ങ അരിഞ്ഞതിട്ടു, പിന്നെ സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തക്കാളി സ്റ്റൂ എന്ന് പറയുന്നത് ഒരുപാട് വെന്തങ്ങ് അലിഞ്ഞു പോകണ്ട, കുറച്ച് സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പം കുറച്ച് എന്താ പറയുക, അങ്ങനെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേനും ഞാൻ ഓഫാക്കും. അതാണ് എൻ്റെ തക്കാളി സ്റ്റൂവിൻ്റെ പരുവം. പിന്നെ ഇതെന്ന് പറയുന്നത്, പിന്നെ അതിലേക്ക് ഒന്ന് വഴുതനങ്ങ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേറെ കറികളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ചോറിന് ഇതിഷ്ടമാണ്. പക്ഷേ തക്കാളി സ്റ്റൂ ഉള്ളപ്പോഴത്തേനും എനിക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ വെറുതെ ഒന്ന് വെച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ സാറയ്ക്ക് ചോറ് വല്ലതും കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ സാറയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് ഈ ഒരു വഴുതനങ്ങ കറി എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളി സ്റ്റൂ എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ കറിയും ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. 2-3 പപ്പടം പൊരിക്കുക, പിന്നെ ചോറ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണ്. എന്നാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. ഈ തക്കാളി സ്റ്റൂ എന്നൊക്കെ പറയുന്നത്, തക്കാളി എന്ന് പറയുന്ന വെജിറ്റബിൾ എല്ലാവർക്കും ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. വളരെ റെയറായിട്ട് തക്കാളി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിളാണ് തക്കാളി എന്ന് പറയുന്നത്. പക്ഷേ തക്കാളി എൻ്റെ ഫേവറേറ്റ് ആയിട്ട്, എനിക്ക് വെജിറ്റബിൾസിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ടൊമാറ്റോ സംബന്ധമായിട്ടുള്ള എല്ലാ കറിയും എനിക്ക് ഫേവറേറ്റ് ആണ്. അത് ടൊമാറ്റോയുടെ ഒഴിച്ചുകറി ആണെങ്കിലും ശരി, ഇതുപോലെയുള്ള സ്റ്റൂ ടൈപ്പ് ആണെങ്കിലും വഴട്ടിയതാണെങ്കിലും തക്കാളി സംബന്ധമായിട്ടുള്ള എല്ലാ കറികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ടൊമാറ്റോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതാ നമ്മുടെ കറികളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 പപ്പടമൊക്കെ പൊരിച്ചെടുത്തായിരുന്നു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ച ഊണ് എന്ന് പറയുന്നത്. കുറച്ച് ചൂട് ചോറും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ തക്കാളി സ്റ്റൂവ് അല്ലെങ്കിൽ തക്കാളി കറിയും പിന്നെ 2 പപ്പടവും. അപ്പോൾ ഭയങ്കര, പിന്നെ വേറൊരു കാര്യം വെച്ചാൽ വഴുതനങ്ങ എടുത്തു കുഴച്ചു കൂട്ടി. എങ്കിലും ഇന്ന് വഴുതനങ്ങ എന്ന് പറയുന്നത് എനിക്ക് അധികമായിരുന്നു. എനിക്ക് ഈ തക്കാളി സ്റ്റൂ, ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് ഈ തക്കാളിയും ഈ പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കറികളൊന്നും വേണ്ട. കാരണം എനിക്ക് അത്രയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു തക്കാളി സ്റ്റൂവ് ഉച്ചയ്ക്ക് ലഞ്ചിന് തന്ന് വിടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഭയങ്കര അത്രയും നമുക്ക് അങ്ങനെയുള്ള നമുക്ക് കൊച്ചിലെയൊക്കെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഈ തക്കാളി സ്റ്റൂ, ഈ ഒരു കറി ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ എനിക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഒമാൻ ചിപ്സ്
ഒമാൻ ചിപ്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഈവനിങ് ആയി കേട്ടോ. അപ്പോൾ സാറ തിരിച്ചു വന്നു. അപ്പോൾ സാറയുടെ ഐസ്ക്രീം, കഴിഞ്ഞ ദിവസം സാറയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഐസ്ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം സാറ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ജാക്ക് ഫ്രൂട്ട് ഫ്ലേവേർഡായിട്ടുള്ള ഐസ്ക്രീം അതെടുത്ത് കൊടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ഡെസേർട്ടിൽ ഇക്കയും സാറയും തിരിച്ചു വന്നപ്പോൾ ഡെസേർട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഒരു ചിക്കൻ ബർഗർ എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ചായയും കാര്യങ്ങളൊന്നും വെച്ചില്ല. അപ്പം വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു ചിക്കൻ ബർഗർ കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഡേറ്റ്സ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്ന് പറയുന്നത് ദഹിവട, തൈര് വട. അപ്പോൾ അതും ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ദഹിവടയുടെ മുകളിൽ ഞാൻ നോക്കിയപ്പോൾ ദഹി കുറച്ച് കുറവ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ദഹി എടുത്തിട്ട് ഒരു ഞുള്ളു പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതാണ്. എനിക്ക് ഈ ദഹിവട കഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ വട കുതിർന്ന് കിടക്കണം, തൈരിലങ്ങ് കുതിർന്ന് മുങ്ങി കിടക്കണം. അപ്പം അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ വൈകുന്നേരം എന്തൊക്കെയോ ചെറിയ ഐറ്റംസ് കഴിച്ചു. അതിനുശേഷം പിന്നെ രാത്രി ആയപ്പോഴത്തേനും ഇത് നമ്മുടെ പെർസിമൺ ഫ്രൂട്ട്. അപ്പോൾ ഇത് ഇത് ഈയിടെയൊക്കെ വാങ്ങിച്ചപ്പോൾ ഓവറായിട്ട് പഴുത്ത് പോയ ഒരു പരുവായിരുന്നു. ഇതെന്ന് പറയുന്നത് നല്ല ക്രഞ്ചിയായിട്ട് വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്രൂട്ട് ഒരെണ്ണം അത് റൗണ്ടിന് അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാനും ഇക്കായും സാറായും ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ചു. പിന്നെ ഡിന്നറിന് നമ്മൾ ഇന്ന് രാത്രി ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയും ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നർ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ഈ വക ഐറ്റംസൊക്കെ വളരെ ഫേവറേറ്റാണ്. ഇത് ഉച്ചയ്ക്കും തന്നാലും ഞാൻ കഴിക്കും, രാവിലെയും കഴിക്കും, രാത്രിയും കഴിക്കും, 3 നേരം തന്നാലും ഞാൻ കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഇഡ്ഡലിയും ദോശയൊക്കെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡിന്നർ കഴിച്ചു. അപ്പോൾ സാറായ്ക്ക് രാത്രി നമ്മുടെ ഉച്ചയ്ക്ക് കണ്ട ആ ചോറും കറിയും ഉണ്ടല്ലോ, അതാണ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നറാണ്. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനായിട്ടൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാൻ വീഡിയോ രാത്രിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ രാത്രി ഒരു 7:30, 8, 9 മണി ഒരു 9 മണിയൊക്കെ ആറായപ്പോഴടുത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രമല്ല, ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ന്യൂ ഇയറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ, ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.